നിന്നെ ഞാൻ എത്ര തവണ കൊണ്ട് വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തേ? രമ്യയോട് രവി ചോദിച്ചു. കുറേ തവണ വിളിച്ച്, സത്യം പറഞ്ഞാൽ നീ ഫോൺ എടുക്കാഞ്ഞപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി. പിന്നെ ഞാൻ അമ്മയെ വിളിച്ച് ചോദിച്ചു, അമ്മ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞു. നീ എന്താ താമസിച്ചേ? എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാനുണ്ടായിരുന്നു പഠിത്തവുമായി ബന്ധപ്പെട്ട്, അതുകൊണ്ടാണ് താമസിച്ചത്. അവളുടെ സംസാരത്തിൽ ഒരു പരുങ്ങൽ വന്നു. പക്ഷേ രവിക്ക് യാതൊരു സംശയവും തോന്നിയില്ല. രവിക്ക് പണ്ട് മുതലേ അവളെ ഭയങ്കര വിശ്വാസവും സ്നേഹവുമാണല്ലോ. അങ്ങനെ രമ്യ ഫോൺ വെച്ചു. ഫോൺ വെച്ചപ്പോൾ അവൾ നന്നായി പേടിച്ചു. രവിയേട്ടൻ എന്നെ സംശയമില്ലാത്ത കാര്യമായി, അല്ലെങ്കിൽ ഇപ്പോൾ തീർന്നതിന് കാര്യം. അവൾക്ക് ഒരു മാറ്റമുള്ളത് അമ്മയും ശ്രദ്ധിച്ചു. അങ്ങനെ അവൾ ഫ്രഷ് ആവാനായി പോയി. ഫ്രഷായിട്ട് തിരികെ വന്നതും അവൾ ഒരു ഇരിപ്പിരിക്കുന്നു, ഫോണും തോണ്ടിക്കൊണ്ട്. മനോജ് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ ചാറ്റിങ്ങിൽ അവൾ പരിസരം പോലും മറന്ന് മുഴുകിയിരിക്കുകയാണ്. അമ്മ 1-2 തവണയോട്ട് വിളിക്കുന്നു. രമ്യേ. അവൾ കേട്ടതേയില്ല. എടി രമ്യേ, നീ എന്തോ വന്ന ഉടനെ ഫോണും കൊണ്ടിരിക്കുന്നേ? ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ. കുറേ കൂട്ടുകാരികളുണ്ട്, 24 മണിക്കൂറും ഇങ്ങനെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തുകൊണ്ടിരിക്കും, സൗകര്യം കൊടുക്കത്തില്ല. നീ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ലേ? ഇത്രയും നേരം ഞാൻ നോക്കിയില്ലേ? ഇനി അവൻ എന്തുവെന്ന് വെച്ചാൽ പാലോ കാര്യങ്ങളോ ഒക്കെ കൊടുക്ക്. കൊടുക്കാം അമ്മേ എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും അവിടെ ഇരിക്കുകയാണ്. രമ്യേ, നീ പറയുന്നേ കേൾക്ക്. അപ്പോൾ പഠിക്കാൻ പോയപ്പോഴത്തേക്ക് കൂടുതൽ തിരക്കായി, കൊച്ചിനെ വേണ്ടാതായോ? അമ്മയുടെ വഴക്ക്. അവൾ അപ്പോൾ എഴുന്നേറ്റ് ചെന്ന് കുഞ്ഞിനെ എടുത്ത് കുറച്ച് ദൂരം മുറ്റത്തൊക്കെ കറങ്ങി. അതിനുശേഷം അവനെ ചെറു ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് കുറുക്കൊക്കെ കൊടുത്ത് തൊട്ടിയിൽ കൊണ്ട് കിടത്തി. അതിനുശേഷം വീണ്ടും ഫോൺ എടുത്തു. ഫോൺ തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ ചോദിച്ചു, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? കോളേജിൽ പോയിട്ട് നോട്ട്സൊക്കെ തരാൻ തുടങ്ങിയോ? ഉണ്ടമ്മേ, ഉണ്ട്. രാത്രി ആവട്ടെ, പഠിക്കാം. എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യ്. രാവിലത്തേക്കൊക്കെ ഉള്ളതൊക്കെ അരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ താടി. ഞാൻ തന്നെ എല്ലാം ചെയ്ത് തന്നെ കുഴഞ്ഞെന്നെ ഊപ്പാട് വരുക. മോനെ നോക്കി അടുക്കള ജോലിയും കൂടെ പറ്റുന്നില്ല എനിക്ക്. അമ്മയുടെ സങ്കടം പറഞ്ഞു. സത്യത്തിൽ അത് നന്നായിട്ടുള്ള പാട് തന്നെയായിരുന്നു. കുഞ്ഞിനെ നോക്കണം, വീട്ടുജോലിയും ചെയ്യണം, കാരണം കുഞ്ഞിന് ശ്രദ്ധ കൊടുക്കണമല്ലോ. പക്ഷേ അവൾക്ക് പഴയ കണക്ക് ഒരു ഊർജ്ജസ്വലതയില്ല. അമ്മ അത് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പണ്ട് എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് കറങ്ങി നടന്ന് കൊച്ചിനെയും നോക്കി നമ്മൾ അടുക്കളയിൽ സഹായിക്കണ്ട എന്ന് പറഞ്ഞാൽ പോലും അവൾ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇപ്പോൾ അവൾ അതെല്ലാം കംപ്ലീറ്റ് ഉപേക്ഷിച്ച് ഒരു ഫോണുമായിട്ടൊരു ഇരിപ്പാണ്. ഇവൾക്കിതെന്താ പറ്റിയത്? അമ്മ അവളുടെ അടുത്ത് വന്നിരുന്ന് കുറച്ച് നേരം ഇരുന്നു. നീ ആരോടാ ഈ ചാറ്റ് ചെയ്യുന്നത്? അതെൻ്റെ കൂട്ടുകാരി അമ്മേ. നിനക്കെന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു വല്ലായ്മ പോലെ, ഒരു മൂഡ് ഓഫും. മറ്റേത് നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. കോളേജിൽ കുറേ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഇല്ലേ? അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സുണ്ട്. നിനക്ക് വയ്യെങ്കിൽ പിന്നെ നീ അത് വിട്. നീ ഇങ്ങനെ മൂടിക്കെട്ടി ഒതുങ്ങിയിരിക്കുന്ന കാണുമ്പം സത്യം പറഞ്ഞാൽ മനസ്സിനൊരു സമാധാനവും ഇല്ല. ഒരു കുഴപ്പമില്ല അമ്മേ, അമ്മയുടെ തോന്നല അതൊക്കെ. ഇനി അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സംശയമാവുമെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മ അടുക്കളയിലേക്ക് ചെല്ലും. ഞാൻ അങ്ങോട്ട് വരുന്നു. അവൾ മനോജിന് റിപ്ലൈ കൊടുത്തു. ഞാൻ പിന്നെ വരാം, ഇപ്പോൾ കുറച്ച് തിരക്കാണ്. അമ്മയ്ക്ക് എന്തോ ഡൗട്ട് പോലെ. ഞാൻ ഫ്രീ ആകുമ്പോൾ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ തന്നെ നമുക്ക് നാളെ കാണാമല്ലോ. ഞാൻ പിന്നെ വരാവേ എന്ന് പറഞ്ഞ് അവൾ മെസ്സേജ് അവസാനിപ്പിച്ച് ഫോൺ റൂമിൽ കൊണ്ടുവച്ചു. അതിനുശേഷം അമ്മയോടൊപ്പം അടുക്കളയിലേക്ക് ചെന്നു. കുറച്ചൊക്കെ അമ്മയെ സഹായിച്ചു. പക്ഷേ അത് യാന്ത്രികമായി ചെയ്യുന്ന കണക്ക് അമ്മയ്ക്ക് തോന്നി. കാര്യം, എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനിടയ്ക്ക് 100 വർത്താനം അവൾ പറയും, ചിരിക്കും, കളിയാക്കും. പക്ഷേ സഹായിക്കാൻ വന്നെങ്കിൽ പോലും അവൾ ഇവിടെയെങ്ങും അല്ല. ഈ പെണ്ണിന് എന്താ പറ്റിയത്? അവർക്ക് എന്തോ ഒരു മനസ്സിലൊരു ഉൾഭയം തോന്നി. ഇത്രയും നാളും സന്തോഷമായിരുന്നു. ഇപ്പോൾ ഇനി ഇവളെ ഓർത്ത് വിഷമിക്കേണ്ട വരുമോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരോടാ ഒന്ന് ചോദിക്കുന്നത്? ആരോടാ ഒന്ന് പറയുന്നത്? രവിയോട് പറഞ്ഞാലോ? ഇനി അവനെ കൂടി വിഷമിപ്പിക്കാൻ വയ്യ. കുറച്ചും കൂടെ നോക്കാം, അവർ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി റൂമിൽ നിന്നും ഹാളിലേക്ക് വന്ന് കുറച്ച് നേരം ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ രവി കുറേ സാധനങ്ങളുമായിട്ട് വന്നു. കുഞ്ഞിനും അവൾക്കും പിന്നെ വീട്ടിലേക്കും കുറച്ച് സാധനങ്ങൾ. മീനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. വന്ന ഉടനെ അവൾ രവിയുടെ ബാഗ് വാങ്ങിച്ചു, റൂമിലേക്ക് കൊണ്ടുവച്ച്. അതിനുശേഷം രവി ഹാളിൽ ഇത്തിരിയേറെ ഇരുന്നു. നന്നായി ക്ഷീണമുണ്ടായിരുന്നു. അമ്മ ഓടിപ്പോയി ചായ എടുത്തുകൊണ്ട് വന്നു. ചായ കൊടുത്തു. അതിനുശേഷം രവിയും രമ്യയും ഒരുമിച്ചിരുന്നു. രവിയോട് അവളൊന്നും ചോദിക്കുന്നില്ല. നിനക്കെന്തടി വയ്യേ? രവി ചോദിച്ചു. ഒന്നുമില്ല രവിയേട്ടാ, എന്തോ ഒരു വല്ലായ്മ. പഠിക്കാൻ കൂടുതലൊക്കെ ഉള്ളതല്ലേ, അതിൻ്റെതാണെന്ന് തോന്നുന്നു, ഒരു ക്ഷീണം പോലൊക്കെ. പഠിക്കാൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നിനക്ക് ക്ഷീണമായോ? രവി കളിയാക്കി. ചായ കുടിച്ച് 5 മിനിറ്റ് നേരം അവനവിടെ ഇരുന്നതിന് ശേഷം ഫ്രഷ് ആവാനായി പോയി. ഡ്രസ്സൊക്കെ മാറി കുളിക്കാനായി അകത്തേക്ക് കയറി.
അവൾ കട്ടിലിൽ വന്ന് കൊച്ചിൻ്റെ അടുത്ത് കിടന്നു. മേളിലോട്ട് നോക്കി കിടക്കുകയാണ്. മനസ്സിൽ വീണ്ടും ആ ചിന്തകൾ കയറി വരുന്നു. എങ്ങനെ ഞാൻ ഇതിനെ ഓവർകം ചെയ്യുമെന്ന് അവളിങ്ങനെ ആലോചിച്ചു. രവിയേട്ടനും അമ്മയ്ക്കും സംശയമായി തീർന്നു. തൻ്റെ എല്ലാ പ്രണയവും ഇവിടെ അവസാനിക്കും. അവനോട് തനിക്ക് പ്രണയമാണോ? കാണാതിരിക്കുമ്പോൾ ടെൻഷൻ, ചാറ്റ് ചെയ്തില്ലെങ്കിൽ ടെൻഷൻ, സംസാരിച്ചില്ലെങ്കിൽ ടെൻഷൻ. എന്താണ് എനിക്ക് പറ്റിയതെന്ന് അവൾക്ക് തന്നെ അറിയില്ല. നാശത്തിലേക്കാണ് തൻ്റെ പോക്കെന്ന് അവളുടെ മനസ്സിൽ നിന്ന്, ഉള്ളിൽ നിന്ന് ആരോ പറയുന്നതായിട്ട് അവൾക്ക് തോന്നി. പക്ഷേ എന്തു ചെയ്യാനാ? അവൾക്ക് അതിനെ മറികടക്കാനും പറ്റുന്നില്ല. രവി കുളിച്ചിറങ്ങിയപ്പോൾ അവൾ മേളിലേക്ക് നോക്കി കിടക്കുന്നത് കണ്ട് അവൻ മനസ്സിൽ എന്തോ ഒരു വല്ലായിക പോലെ തോന്നി. ഇവൾക്ക് എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ. രമ്യയെ അവൾ ഞെട്ടിപ്പോയി. എന്താ രവിയേട്ടാ, നിനക്ക് എന്ത് പറ്റി? നീ മുകളിലേക്ക് നോക്കി കിടക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ന് തുറന്ന് പറ. ഒന്നുമില്ല രവിയേട്ടാ, എന്തോ പഠിക്കാനൊക്കെ ഉള്ളതിൻ്റെയാണെന്ന് തോന്നുന്നു. അവളെല്ലാം പഠിത്തത്തിൻ്റെ മണ്ടയിൽ കൊണ്ടുവന്നിട്ടു. രവിക്ക് എന്തോ മനസ്സിൽ ഒരു വല്ലായ്മ തോന്നി. പക്ഷെ അവനത് പ്രകടിപ്പിച്ചില്ല. കുറച്ച് നേരം കട്ടിൽ അവളോടൊപ്പം ഇരുന്ന് അവളുടെ കോളേജിലെ കാര്യവും അവളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ ശ്രമിച്ചു. ഇനി താൻ അവളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചില്ല എന്ന് വെച്ചിട്ടാണോ അവൻ എപ്പോഴൊക്കെ സംശയിച്ചത് അവൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇത് വന്നോ? അതുകൊണ്ടാണോ അവൾക്ക് ഈ മാറ്റം? അവനെപ്പോഴും പേടിയാണ്. ഒരിക്കൽ തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടെടുത്തു നിന്ന് ദൈവം വീണ്ടും തനിക്കൊരു ജീവിതവും ഒരു കുഞ്ഞിനെയും കിട്ടി. പക്ഷേ അതും തനിക്ക് എന്നും മരണം വരെ കൂടെ വേണമെന്നുള്ള ആഗ്രഹമാണ് അവന്. അതുകൊണ്ട് ഒരു പോറൽ പോലും ഏൽപ്പിക്കാത്ത രീതിയിലാണ് രമ്യയെ കൊണ്ടു നടക്കുന്നത്. അവൾക്ക് എന്തെങ്കിലും ഒരു സൈലൻറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അവന് ടെൻഷനാണ്. തൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വന്നോ? അങ്ങനെ ആ ദിവസം കടന്നുപോയി. പിറ്റേന്ന് നേരം വെളുത്ത് രവി ജോലിക്ക് പോകാനും രമ്യ കോളേജിൽ പോകാനും തുടങ്ങി. അപ്പോൾ രമ്യയിലെ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിലെ മാറ്റം രവിയെയും രമ്യയുടെ അമ്മയും അതിശയിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ അടുത്ത സ്റ്റോറിയിൽ വരാം.